1996 എടപ്പാളിൽ ആരംഭിച്ച സൈമർ കൊച്ചിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് 2010 മുതലാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും ശാന്തമായ ചേരാനെല്ലൂരിലാണ് വന്ധ്യത ചികിത്സാ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ കൊച്ചിൻ സൈമർ ഹോസ്പിറ്റൽ. മറ്റേത് ആശുപത്രിയേക്കാളും വന്ധ്യതാ ചികിത്സയിൽ മുന്നേറാൻ സൈമറിനെ സഹായിക്കുന്നത് ആധുനിക രീതിയിലുള്ള ആശുപത്രിയും അനുബന്ധ നൂതന ചികിത്സാ സൗകര്യങ്ങളുമാണ്. ഡോക്ടർ കെ ഗോപിനാഥന്റെ ചികിത്സാ രംഗത്തെ അനുഭവ സമ്പത്തും ആത്മാർത്ഥതയും എടപ്പാൾ സൈമറിനെ പോലെ കൊച്ചിൻ സൈമറിനെയും 10,000ങ്ങളുടെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിച്ചു. നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശം ഒരു കുഴപ്പമുള്ള ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു അംഗവൈകല്യം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അബോർഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ തന്നെ ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. കാരണം നമ്മുടെ മനസ്സിൽ പല പല ചോദ്യങ്ങളുണ്ടാവും. എന്തുകൊണ്ടെന്ത് സംഭവിച്ചു, അടുത്ത പ്രഗ്നൻസിയിൽ ഇതുപോലെ തന്നെ വീണ്ടും അത് വരൂ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ കെ ഗോപിനാഥൻ നമ്മുടെ സ്ഥാപനത്തിൽ 2001 ഈ ഫീറ്റോ മെറ്റേണൽ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ജെനറ്റിക്സ് ലാബ് തുടങ്ങിയത്. വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒടുവിൽ ധാരാളം പേരെ കൊണ്ടെത്തിച്ചത് സൈമർ ഹോസ്പിറ്റലിലേക്കാണ്. സ്ത്രീ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ കണ്ടെത്തി ആധുനികവും ലോക നിലവാരത്തോട് കിടപിടിക്കുന്നതുമായ ചികിത്സാ മാർഗങ്ങളിലൂടെ അവർക്ക് സന്തോഷകരമായ രീതിയിൽ കുഞ്ഞുങ്ങളെ നൽകുവാൻ സൈമറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ്. എൻ്റെ പേര് സിജോയ്, വൈഫിൻ്റെ പേര് മേരി ഷെൽമ. ഞങ്ങൾ രണ്ടുപേരും അബ്രോഡ് ഖത്തറിലായിരുന്നു. അവിടെ ഒരു 5 മാസത്തോളം അവിടെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സൈമർ ഹോസ്പിറ്റലിൽ വന്നത്. അപ്പം വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ഫെസിലിറ്റിയും ഇവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സും അതുപോലെ PRO സൈഡെല്ലാം വളരെ നല്ലൊരു ഫെസിലിറ്റിയാണ്. എസ്പെഷ്യലി എടുത്തു പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ ഖത്തറിൽ. അപ്പം ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി ആയാലും എല്ലാം വളരെ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. എസ്പെഷ്യലി ഡോക്ടർ ഷൈൻ ഡോക്ടർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചാലും വളരെ നല്ലൊരു ഇതാണ് ഡോക്ടറിൻ്റെ ഭാഗത്ത് കിട്ടിയത്. ഡോക്ടർ അതോടത്തെ ഹൗസ് കീപ്പിംഗ് ആയാലും നഴ്സിംഗ് സർവീസ് ആയാലും ഡോക്ടർ ലളിത് പീഡിയാട്രിക് ഡോക്ടർ വളരെ നല്ലൊരു ഡോക്ടറാണ്. എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. റൊട്ടീൻ ആന്റിനേറ്റൽ കെയർ ആൻഡ് ലേബർ, നിയോനെറ്റോളജി, മൈൻഡ് ബോഡി മെഡിസിൻ വിഭാഗവും ചേർന്ന സൈമറിന്റെ ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ വിഭാഗം എടുത്തു പറയേണ്ട കാര്യമാണ്. 2014 മോം അഥവാ മാജിക് ഓഫ് മദർഹുഡ് ബർത്തിങ് സെന്റർ സൈമറിൽ ആരംഭിക്കുന്നത്. അധികം വൈകാതെ ഇരട്ട കുട്ടികൾക്കായുള്ള ഫീറ്റോസ്കോപ്പി പ്രൊസീജിയറും അവർ ആരംഭിച്ചു. 2017 കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിൽ തന്നെ 3ാമത്തെയും FNB ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് പെരിനെറ്റോളജി സൈമറിൽ തുടക്കം കുറിച്ചു. അതേ വർഷം തന്നെ ലേബർ കേരള ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് സൈമറിനെ തേടിയെത്തി. സൈമർ കൊച്ചി എന്നൊരു സിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് ഇൻഫെർട്ടിലിറ്റിയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഫീൽഡ്സ് ആയിട്ടുള്ള ഫീറ്റൽ മെഡിസിൻ, ഒബ്സ്റ്ററ്റിക്സ് ഇതെല്ലാം കൂടി ഉള്ളൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സെൻറ്റർ അല്ലെങ്കിൽ വളരെ ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള സെൻറ്ററായിരുന്നു നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ സൈമറിനെ അതിനെ നമ്മൾ ആലോചിച്ചതും അതിനെ ക്രിയേറ്റ് ചെയ്തതും. ഇതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. അതായത് നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി ഭാഗമായിട്ടും പ്രഗ്നൻസി ഭാഗമായിട്ടും ഹൈ റിസ്ക് പ്രഗ്നൻസി ഭാഗമായിട്ടും ഫീറ്റൽ മെഡിസിൻ്റെ ഭാഗമായിട്ടും വേണ്ടി വരുന്ന എല്ലാ ഫെസിലിറ്റീസും ഒരു കൊടക്കീഴിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ വേറെ എവിടെയും പോവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റർ.
നമ്മൾ ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയപ്പോൾ ഇൻഫെർട്ടിലിറ്റി തന്നെ അന്ന കാലത്ത് 2010 നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IMSI ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈമർ കൊച്ചിയിൽ വെച്ചിട്ടാണ്. IMSI എന്ന് പറയുമ്പോൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് മോർഫോളജിക്കലി സെലക്റ്റഡ് സ്പേം ഇഞ്ചക്ഷൻ. സാധാരണ രീതിയിൽ നമ്മൾ ICSIയിൽ ഒരു സ്പേമിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു എഗ്ഗിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് അത് ഭ്രൂണമായി മാറുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് പിടിക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് അലസി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ നല്ലൊരു ബീജത്തിനെ കുറേയും കൂടി നല്ല മോർഫോളജിക്കലി കാണാൻ നല്ല സ്പെസിഫിക്കേഷൻസുള്ള നല്ലൊരു ബീജത്തിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് IMSI. IMSI ടെക്നിക്കിലൂടെ നമ്മൾ സ്പേം സെലക്ട് ചെയ്ത് ആ ഉള്ളതിൽ ഏറ്റവും അഡ്വാൻസ്, അതായത് സാധാരണ രീതിയിൽ ഒരു 200 times 400 times മാഗ്നിഫിക്കേഷനിലാണ് നമ്മളുടെ സ്പേമിനെ കാണണമെങ്കിൽ ഇതിൽ നമ്മളൊരു 7000 to 10,000 times മാഗ്നിഫിക്കേഷനിൽ സ്പേമിനെ കണ്ട് ഇതിലത്തെ ഏറ്റവും നല്ല സ്പേമിനെ സെലക്ട് ചെയ്ത് അത് ഇഞ്ചെക്ട് ചെയ്ത് അതുകൊണ്ടുണ്ടാവുന്ന കുട്ടികളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ കൂട്ടുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് രീതി 2010 മാർച്ചിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയുണ്ടായി. ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു 2010 മാർച്ചിലാണ് നമ്മളിവിടുത്തെ IVF സൈക്കിൾസ് തുടങ്ങുന്നത്. ആൻഡ് 2010 ഡിസംബറിൽ തന്നെ നമുക്ക് ആദ്യത്തെ, അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ IMSI ശിശു ഇവിടെ ജനിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ നമ്മളിവിടുത്തെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെനറ്റിക് ലാബ്, ഫിഷ്, കാരോടൈപ്പിംഗ്, അങ്ങനെ പല വൈക്രോമസോം മൈക്രോ ഡിലീഷൻ, ഇൻഫെർട്ടിലിറ്റി സംബന്ധപ്പെട്ട മാത്രമല്ല ഈ ഫീറ്റൽ മെഡിസിൻ സംബന്ധപ്പെട്ടമായിട്ടുള്ള കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ജെനറ്റിക് ലാബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി. ഇതുകൂടാതെ തന്നെ നമ്മൾ ഓവർ ദ ഇയേഴ്സ് നമ്മൾ ഈ ഒരു സെൻറ്ററിൻ്റെ ഒരു നമ്മൾ ഇതിലുപയോഗിച്ചിട്ടുള്ള ടെക്നോളജി, ഇതിലുപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സും സോഫ്റ്റ്വെയറുകളും ആണ്. ഈ ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ്, അതായത് നമ്മൾ ഭ്രൂണത്തിനെ നമ്മൾ ബയോപ്സി ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ അകത്തുനിന്ന് ഒരു സെല്ലിനെടുത്ത് ആ സെല്ല് ടെസ്റ്റ് ചെയ്തിട്ട് ഉള്ള ഭ്രൂണത്തിനെ ഏറ്റവും നല്ല ഭ്രൂണത്തിനെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ചികിത്സ, അതായത് PGT, പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ്, അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഈ ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് വെച്ചിട്ട് നമ്മൾ ഭ്രൂണത്തിൻ്റെ തോടിൻ്റെ തിക്നെസ് കുറച്ച് ആ ഭ്രൂണം പിടിച്ച് കിട്ടാനുള്ളൊരു സാഹചര്യം കൂട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ വളരെ റീസെൻ്റായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ പ്രസക്തി ഉള്ളൊരു ടെക്നോളജിയാണ് വിറ്റ്നസിങ് സിസ്റ്റം. ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സ്പേമും എഗ്ഗൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ലാബിൽ വരുമ്പോൾ ആൾക്കാരുടെ ഏറ്റവും മനസ്സിലുള്ളൊരു ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് ഇതെങ്ങാനും ഇത് തമ്മിൽ മിക്സായി പോകുമെന്നുള്ളതാണ്. അത് അറിയാതെ എങ്ങാനും നമ്മളെ സ്പേമും എഗ്ഗും തമ്മിൽ വേറെ ആൾക്കാരുടെ സ്പേമും തമ്മിൽ മിക്സ് ആവുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം. അങ്ങനത്തെ സാഹചര്യത്തിൽ സാധാരണ അതിനൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് സാധാരണ ലാബ്സ് വർക്ക് ചെയ്യുക. പക്ഷേ അതിപ്പോഴും ഒരു ഹ്യൂമൻ എററിന് സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലും പല വിദേശ രാജ്യങ്ങളിലും ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ആയിട്ടുള്ള വിറ്റ്നസിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. ഫോർ എക്സാമ്പിൾ യൂറോപ്പ് രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളിലും ഇലക്ട്രോണിക് വിറ്റ്നസിങ് സിസ്റ്റം ഒരു മാൻഡേറ്ററിയാണ്. എല്ലാ ലാബുകളിലും IVF ചെയ്യുന്ന എല്ലാ ലാബുകളിലും ഇലക്ട്രോണിക് വിറ്റ്നസിങ് സിസ്റ്റം വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇന്ത്യയിലും പക്ഷേ വളരെ അപൂർവം സെൻറ്റേഴ്സിലേ ഉള്ളൂ. അത് തന്നെ ഞങ്ങൾ 2019 ഡിസംബറിൽ ഞങ്ങൾ കേരളത്തിലത്തെ ഫസ്റ്റ് വിറ്റ്നസിങ് സിസ്റ്റവും ഈ ഒരു പുതിയ തരം വിറ്റ്നസിങ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിറ്റ്നസിങ് സിസ്റ്റം. അത് തന്നെ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ ആണ് ഈ ഒരു വിറ്റ്നസിങ് സിസ്റ്റത്തിൻ്റെ. ഏറി വരുന്ന പുരുഷവന്ധ്യതയുടെ ചികിത്സയ്ക്കായി പ്രത്യേക സംവിധാനം തന്നെ സൈമറിന്റെ ഭാഗമായുണ്ട്. കൗൺസിലിംഗ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, IVF EI, ICSI, IMSI അടക്കമുള്ള എല്ലാ ആധുനിക ചികിത്സാ രീതികളും സൈമറിനെ വന്ധ്യതാ ചികിത്സാ രംഗത്ത് ഏറെ മുന്നിലെത്തിച്ചു. ഹോർമോൺ എസ്റ്റിമേഷൻ, ലാപ്രോസ്കോപ്പിക് സർജറി, ജെനറ്റിക്സ്,
മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ അടക്കമുള്ള മറ്റു ചികിത്സാ മാർഗങ്ങളും നല്ല റിസൾട്ട് കിട്ടാനും പുരോഗതി കൈവരിക്കുവാനും സഹായിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മെയിൻലി ചെയ്യുന്ന എന്താ വെച്ചാൽ അങ്ങനത്തെ പ്രശ്നമുള്ള കപ്പിൾസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല പല ടെസ്റ്റ്സാണ് നമുക്ക് നേരത്തെ നടത്താൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു അംഗവൈകല്യമുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമാന്ദ്യത ഉള്ള ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് കുറേ ടെസ്റ്റ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കുറേ ടെസ്റ്റ് നമുക്ക് പ്രഗ്നൻസി പീരിയഡിൽ തന്നെ നടത്താൻ പറ്റും. സോ യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദ ബേബി ടു ബി ഡെലിവേർഡ് ആൻഡ് ദെൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് എ റീസൺ. മാത്രമല്ല, നമ്മുടെ ഈ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ഹൈ എൻഡ് ഇൻട്രാ യൂട്രൈൻ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് ബേബി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ അസുഖങ്ങൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു വലിയ ആൾക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, നമ്മുടെ ബോഡീൻ്റെ ചുറ്റും നീര് വരും. നമ്മുടെ ബേബി അതുപോലെ തന്നെയാണ്. പല കാരണം കൊണ്ട് ദ മോസ്റ്റ് കോമൺ കോസസ് RH ഇൻകമ്പാറ്റബിലിറ്റി. അതായത് ചില സമയത്ത് അമ്മമാരുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും, എന്നിട്ട് അച്ഛന്മാരുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയിരിക്കും. സോ സംടൈംസ് ബിക്കോസ് ഓഫ് RH ഇൻകമ്പാറ്റബിലിറ്റി ബേബിക്ക് അത് കാരണം അനീമിയ വരും. അതായത് ബേബീൻ്റെ ഹീമോഗ്ലോബിൻ വയറിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് തന്നെ കുറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അഡൾട്ട്സിന് പറഞ്ഞ പോലെ തന്നെ ബേബീൻ്റെ ശരീരത്തിൻ്റെ ചുറ്റും നീര് വരും. ഈ സമയത്ത് നമ്മുടെ ഈ കണ്ടീഷൻ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദ ബേബി വിൽ ഡൈ സ്പോണ്ടേനിയസ്ലി ഇൻസൈഡ്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ഫീറ്റൽ മെഡിസിൻ യൂണിറ്റിൽ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. ഒരു പ്രൊസീജിയർ ദാറ്റ് ഇസ് കോൾഡ് എസ് ഇൻട്രാ യൂട്രൈൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. സോ വലിയ ആൾക്കാർക്ക് ബ്ലഡ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ബേബീനെ വയറിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് തന്നെ ഇൻട്രാ യൂട്രൈൻ പീരിയഡിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റും ആൻഡ് യു ക്യാൻ സേവ് ദ ലൈഫ് ഓഫ് ദിസ് ബേബി. അതുപോലെ തന്നെ വേറെ ഒരു ഹൈ എൻഡ് പ്രൊസീജിയർ പറയുകയാണെങ്കിൽ നമ്മുടെ ട്വിൻസ്, എല്ലാവർക്കും നമ്മുടെ ട്വിൻ ബേബി ആയിട്ട് പ്രഗ്നൻ്റ് ആണത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒരു ചെറിയൊരു ശതമാനം കേസസിൽ യു വിൽ ബി ക്യാരിങ് സംതിങ് കോൾഡ് ആസ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർ തമ്മിൽ പ്ലാസെൻറ്റ പിന്നെ ബ്ലഡ് സപ്ലൈ തമ്മിലൊരു ഷെയറിങ് ഉണ്ടാവും. അപ്പോൾ ആ ഷെയറിങ് ഉള്ള കാരണം പല പല പ്രശ്നങ്ങൾ വരാം. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്ലേറ്റിന് തന്നെ രണ്ട് പേര് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുറവ കഴിക്കുന്ന ആൾക്ക് വണ്ണം കുറവായിരിക്കും, കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് നല്ലപോലെ വണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് പറഞ്ഞ സംഭവം അതുപോലെ തന്നെയാണ്. നമ്മുടെ ശരിക്കും കിട്ടുന്ന ബ്ലഡ് സപ്ലൈ ഉള്ള ബേബി നല്ലപോലെ വളരും, പക്ഷേ ബ്ലഡ് സപ്ലൈ ശരിക്കും കിട്ടാത്ത ബേബി അതുപോലെ അതേ സമയത്ത് ആ ബേബീൻ്റെ വളർച്ച കുറയും. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നമുക്ക് വയറിൻ്റെ അകത്ത് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഇന്ന് സൈമർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു കീ ഹോൾ സർജറി, അതായത് നമ്മുടെ വലിയ ആൾക്കാർക്ക് ലാപ്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന പോലെ ചെറിയ ആൾക്കാർക്ക് അതുപോലെ തന്നെ ഒരു ചെറിയ സ്കോപ്പ്, ഫീറ്റോസ്കോപ്പ് വഴി തന്നെ ഈ അവരെ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ എല്ലാ കോംപ്ലിക്കേഷൻസ്, വളർച്ച കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ഡെത്ത് ആവാനുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഈ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നത്തെ കാലത്ത് ഈ എല്ലാ പ്രൊസീജിയേഴ്സ് നമുക്ക് ഇൻട്രാ യൂട്രൈൻ ചെയ്തിട്ട് ആ ബേബീസിനെ ഇന്ന് നേരത്തെ രക്ഷിക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞങ്ങൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഞാൻ പറയാം ഞങ്ങൾ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആണ് ഇവിടുത്തെ ജെനറ്റിക് ലാബ്. പല കാരണം കൊണ്ട് നമുക്ക് ബേബീനെ അകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കുന്നത് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം നമ്മുടെ ബേബിക്ക് ഉണ്ടോ ഇല്ല കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടീൻ്റെ ചുറ്റിലത്തെ വെള്ളം അല്ലെങ്കിൽ പ്ലാസെൻറ്റൻ്റെ ഒരു ബയോപ്സി എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ജെനറ്റിക് ലാബ് അവൈലബിൾ ആണ്, വെർ ഓൾ ദീസ് ടെസ്റ്റ് ക്യാൻ ബി ഡൺ ഇൻ ഹൗസ്. പിന്നെ വേറെ കുറേ അഡ്വാൻസ് ടെസ്റ്റ്സ് നമുക്ക് ഈ ജെനറ്റിക് ലാബിൽ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ വരുന്നത് കോലഞ്ചേരിയിൽ നിന്ന്, എറണാകുളം ജില്ല കോലഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്ന് ഓൾമോസ്റ്റ് ഞങ്ങൾ മാരീഡ് കഴിഞ്ഞ് 6 ഇയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. 6 ഇയേഴ്സിൽ ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ
പല ഡോക്ടേഴ്സിനും കണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ബേബിക്ക് വേണ്ടി. മേ ബി എന്തോ അറിയില്ല, ഞങ്ങൾക്ക് ബേബിനെ കിട്ടിയില്ല. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിനെ പറ്റി അവയർനെസ് ആവുന്നത്. ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്നു. ഞങ്ങൾ 2021 വന്നത്. 2021 വന്ന് ഞങ്ങൾ ജനുവരിയിൽ വന്നു. ജനുവരിയിൽ വന്ന് ഞങ്ങൾ ഫസ്റ്റ് പരശുറാം സാറിനെയാണ് കാണുന്നത്. ജനുവരിയിൽ വന്ന് പരശുറാം സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു. സാറ് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ബേബി ക്യാരിങ് ഓട്ടോമാറ്റിക്കലി ആകുമെന്ന് പറഞ്ഞു. എന്തോ ആയില്ല. ജനുവരിയിൽ തന്നെ സാറ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഗോഡ് ബ്ലെസ്സിങ്സ്, ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ക്യാരിങ് ആയി. ഫസ്റ്റ് 3 months പരശുറാം സാറിൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങളിവിടെ നിന്നു. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോൾ മേ ബി 4th monthലാണ് തോന്നുന്നത്, ചെറിയൊരു കോംപ്ലിക്കേഷൻ പോലെ വന്നു. ഞങ്ങളിവിടെ അഡ്മിറ്റായി. ഒരു 3 days ഇവിടെ അഡ്മിറ്റായി. അതിനുശേഷം ഞങ്ങളുടെ ഇഷ്യൂസ് എല്ലാം സോർട്ട് ഔട്ടായി. അതിനുശേഷം ഞങ്ങൾ പിന്നെ കാണുന്നത് ഫീറ്റോ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയാണ് കാണുന്നത്. ഐ തിങ്ക് ബിജോയ് സാർ, മീനു ഭദ്ര, പാർവതി, ഇവരാണ് ഞങ്ങളുടെ ബാലൻസ് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാനിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ 3 months എനിക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനിവിടെ അഡ്മിറ്റ് ആയപ്പോൾ എനിക്ക് ഒരു ഹോം അറ്റ്മോസ്ഫിയർ കിട്ടിയെന്നുള്ളതാണ് ഓപ്പൺലി പറഞ്ഞാൽ. കാരണം ഇവിടുത്തെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് എല്ലാത്തിലും നമുക്കൊരു ഹോം അറ്റ്മോസ്ഫിയർ തന്നെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാൻ ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. കാരണം ഓൺ ദ വേ ഞാനൊരു 10 to 20 ഹോസ്പിറ്റൽസ് കവർ ചെയ്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയത് കൊണ്ടാണ് ഞാനിവിടെ കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ബൈ ദി ഗ്രേസ് ഞങ്ങൾക്ക് November 16th ബേബി ഉണ്ടായി. കണ്ടിന്യൂ നമ്മൾ എല്ലാത്തിലും താങ്ക്സ് ടു സൈമർ ഓൺ എസ്പെഷ്യലി എനിക്ക് ലേബർ റൂം സ്റ്റാഫ്സ്, അവരോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ലേബർ റൂം സ്റ്റാഫ്സിനോട്. കാരണം വൈഫ് പറഞ്ഞു അവർ ഒത്തിരി കോപ്പറേറ്റീവായിട്ട്, കാരണം നോർമൽ ഡെലിവറി ആയിരുന്നു, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു. എന്നാലും ലേബർ റൂം സ്റ്റാഫ്സ് ഓപ്പൺലി ഞാൻ പറയുന്നു സ്പെഷ്യൽ താങ്ക്സ് ടു ലേബർ റൂം. ഓക്കെ, എനിക്ക് ഐ എം സോ ഹാപ്പി, ഓപ്പൺലി ഐ എം സോ ഹാപ്പി. IVF ചികിത്സയിൽ ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് വിറ്റ്നസിംഗ് സിസ്റ്റം ഇൻ IVF ലാബ് 2020 സൈമറാണ് കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത്. നവജാത ശിശുക്കൾക്ക് അമ്മ നൽകുന്ന പരിചരണം പോലെ ഏറ്റവും നല്ല സംവിധാനങ്ങളോടെയാണ് സൈമറിലെ NICU പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തി നേടി വരുന്ന ഒരു ഫീൽഡാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ എന്ത് ചികിത്സയ്ക്കും വേണ്ടിയിട്ട് വരുന്ന എല്ലാ ചികിത്സകളും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ഈ ഒരു സ്പെസിഫിക് ഫീൽഡും കൂടി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുണ്ടായി. 2019 അഗെയിൻ ഡിസംബറിലാണ് നമ്മളിവിടുത്തെ കേരളത്തിൽ തന്നെ ആദ്യത്തെ കോസ്മെറ്റിക് ഗൈനക്കോളജി യൂണിറ്റ് ഇവിടെ തുടങ്ങുകയുണ്ടായി. ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി ഇപ്പോൾ പല പ്രശ്നങ്ങൾക്കും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒന്ന് നമ്മൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഇൻകോൺഫിഡൻസ് പറയും, അതായത് നമ്മൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴെങ്കിലും യൂറിൻ പാസ്സായി പോകും ഒത്തിരി. എക്സ്പെഷ്യലി ഈ പല പ്രാവശ്യം പ്രസവിച്ച സ്ത്രീകളുടെ നമ്മുടെ പെൽവിക് മസിൽസ് വീക്കാവും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവരുടെ പെൽവിക് മസിൽസ് വീക്കായിട്ട് അവർക്ക് അവരുടെ യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വെജൈനൽ ലാക്സിസിറ്റി, വെജൈന ലൂസായിരിക്കുന്നതുകൊണ്ട് അവർക്കുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ പ്ലഷർ കുറഞ്ഞിരിക്കാം. അങ്ങനത്തെ ഒത്തിരി ഡിസീസസിന് വേണ്ടിയിട്ട് നോൺ സർജിക്കലായിട്ടുള്ള, അതായത് സർജറി ഇല്ലാതെ തന്നെ അതിനെ ചികിത്സിക്കാൻ പറ്റുന്ന ലേസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജി ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ടെക്നോളജിയാണ് നമ്മളിവിടെ ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വെജൈനൽ ടൈറ്റനിങ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുക,
ഇതെല്ലാം നമുക്ക് ഈ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു യൂണിറ്റിൻ്റെ പേരാണ് റിപ്പയർ. ഉദ്ദേശിക്കുന്നത് ഇവൻ നമ്മളെ ഒത്തിരി ആൾക്കാർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഈ വെജനൽ ലാക്സിറ്റി കാരണം സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ടെക്നോളജി നോൺ സർജിക്കലായിട്ട് ഒത്തിരി പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നതാണ്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഡോക്ടേഴ്സും മെഡിക്കൽ ടീമും രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും ആശ്വാസം നിറഞ്ഞ സേവനം നൽകുന്നു. കുട്ടികളില്ലാത്ത 10,000-ങ്ങൾക്ക് സന്താന ഭാഗ്യം നൽകി അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ സൈമർ മാനേജ്മെന്റിനും ടീം അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സൗഖ്യം ഇവിടെ പൂർണ്ണമാകുന്നു.